ലഹരിക്കടിമയാകുന്ന നമ്മുടെ മക്കൾ ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് ലോബി, അല്ലെങ്കിൽ മയക്കുമരുന്ന് ലഹരിയിലായി മാറിയുന്ന നമ്മുടെ യുവതലമുറ. ഈ രാവും പകലും വ്യത്യാസമില്ലാതെ ലഹരിക്കടിമയായിക്കൊണ്ടിരിക്കുന്ന, ലഹരി താവളങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വീണുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറ, നാടിനും വീടിനും സമൂഹത്തിനും വിളക്കാകേണ്ടുന്ന നമ്മളുടെ ഭാവി തലമുറ, നമ്മളുടെ മക്കൾ ഇപ്പോൾ ലഹരിക്ക് അടിമയാകുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും. കേരളം മയക്കുമരുന്നിന്റെ പിടിയിലാണെന്ന സത്യം ഞെട്ടലോടെ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഈ മയക്കുമരുന്ന് മാഫിയകളുടെ അകത്ത് പെട്ടുപോകുന്നതിൽ അധികവും നമ്മുടെ സ്കൂളിലും കോളേജിലും ഒക്കെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ഇവിടെ ജാതിയോ മതമോ ഒന്നും ഇല്ലാതെ എല്ലാ കുഞ്ഞുങ്ങളെയും ലഹരിക്കടിമയാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കേരളത്തിൽ മയക്കുമരുന്ന് സംഘങ്ങൾ അല്ലെങ്കിൽ ലഹരി മാഫിയകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടി വിയിലുള്ള ന്യൂസ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ന്യൂസുകളായിക്കോട്ടെ, ഫേസ്ബുക്ക് പേജുകളായിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സോഷ്യൽ മീഡിയകളൊക്കെ തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലഹരിക്കടിമയാകുന്ന കുഞ്ഞുങ്ങളുടെ വൈകൃതങ്ങളായ വീഡിയോകളും മാത്രമേ നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളായി കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത്രയും മാരകമായ ലഹരി വസ്തുക്കൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നു? അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? ഈ മയക്കുമരുന്ന് കേരളത്തിലേക്ക് എങ്ങനെ എത്തുന്നു? ഇങ്ങനെയുള്ള ഈ മയക്കുമരുന്നുകൾ, ലഹരി വസ്തുക്കൾ കേരളത്തിലേക്ക് കടത്തുന്നവരെ എന്തു വില കൊടുത്തും നമ്മൾ മാതാപിതാക്കൾ ഒരുമിച്ച് ചേർന്ന് അധ്യാപകരും സമൂഹവും പോലീസും സർക്കാരും മതവിഭാഗങ്ങളും ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായി പൊരുതിയില്ലെങ്കിൽ നാളുകളെ ഓർത്ത് വിലപിക്കേണ്ടുന്ന ഒരു സമയം വരും. എന്റെ മക്കൾ നല്ലതാണ്, അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകില്ല എന്ന തെറ്റായ ധാരണയിലാണ് നമ്മൾ ഓരോ മാതാപിതാക്കന്മാരും. പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഓരോ മാതാപിതാക്കളുടെ മക്കളിലൂടെ തന്നെയാണ്. ഇന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വന്ന ഗതി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യാതെ കേരളത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എല്ലാ രക്ഷിതാക്കളും അധ്യാപകരും സമൂഹവും സർക്കാരും പോലീസും മതവിഭാഗങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച് കേരളത്തെ ലഹരി മുക്ത കേരളമാക്കി മാറ്റാൻ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. നമ്മുടെ പിഞ്ചു മക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിരീക്ഷിക്കേണ്ടി വരുന്ന, അവരുടെ ഡ്രസ്സുകൾ, ബാഗുകൾ, പോക്കറ്റുകളൊക്കെ ചെക്ക് ചെയ്യേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്ര പരിതാപകരമാണ്. നമ്മൾ വിചാരിക്കുന്നതിലും നമ്മൾ ചിന്തിക്കുന്നതിലും ഒക്കെ അധിക ദൂരത്തിലേക്കാണ് ഈ മയക്കുമരുന്നുകൾക്കും ലഹരികൾക്കും അടിമകളാകുന്ന കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ. അത്തരത്തിലുള്ള ഒരു ചെയിൻ സർവീസിൽ കൂടിയാണ് ഈ ലഹരി മാഫിയ പ്രവർത്തിക്കുന്നത്. ഒരു കുഞ്ഞിൽ നിന്ന് മറ്റുള്ള കുഞ്ഞുങ്ങളിലേക്ക് എന്നുള്ള ഒരു പ്രവർത്തന രീതി അത്രയ്ക്കും സുലഭമായും സൗകര്യമായും ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇതിന്റെ ഉപയോഗം ഈ ലഹരി മാഫിയ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത്. പല രൂപത്തിലും പല ഭാവത്തിലും പല സ്റ്റിക്കർ ടൈപ്പും ഒക്കെയായി കുഞ്ഞുങ്ങളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലാണ് ഇവർ ഇതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കൂടുതലായി ഇതിനായി തെരഞ്ഞെടുക്കുന്നത് ഓൾറെഡി അഡിക്റ്റ് ആകാൻ സാധ്യതയുള്ള കുഞ്ഞുങ്ങളെ തെരച്ചുപിടിച്ച് അഡിക്റ്റായ കുഞ്ഞുങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പുതിയ ഇരയെ അല്ലെങ്കിൽ പുതിയ കുട്ടികളെ അവരിലേക്ക് എത്തിക്കുന്ന ഒരു സ്വഭാവ വൈകൃതത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. അതാണായാലും പെണ്ണായാലും ഒരു വ്യത്യാസവുമില്ലാതെ സമൂഹത്തിലെ എല്ലാ കുഞ്ഞുങ്ങളെയും വലിച്ചിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് ഈ മാഫിയ വളർന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹം ഒന്നായി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഇതിനെതിരായി പോരാടേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടെയുള്ള സഹപാഠികൾക്കോ കുട്ടികൾക്കോ മാതാപിതാക്കോ അധ്യാപകർക്കോ തിരിച്ചറിയാത്ത രീതിയിലാണ് ഇതിന് അഡിക്റ്റായ കുഞ്ഞുങ്ങൾ ഇതിനെ ഉപയോഗിക്കുന്നത്. ഈ ലഹരിക്ക് അടിമയാകുന്നത് വരെ ഞങ്ങൾ മയക്കുമരുന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് പല കുഞ്ഞുങ്ങളും ഇതിനകത്ത് പെട്ടുപോകുന്നത്. അത്രയ്ക്കും നവീനമായ രീതിയിൽ ഈ കുട്ടികളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കുവാൻ ഈ മാഫിയ ശ്രദ്ധിക്കുന്നു എന്നതാണ് ഈ മാഫിയയുടെ ഏറ്റവും വലിയ വിജയവും ഇത്രയധികം സ്പ്രെഡാകാൻ കാരണവും. സമൂഹത്തിന്റെ ഭാവിക്ക് ഉതകുന്ന കുഞ്ഞുങ്ങൾ, മൂല്യബോധ്യമുള്ള യുവതലമുറയെ ലഹരിക്ക് അടിമയാക്കി ആൺപെൺ വ്യത്യാസമില്ലാതെ ചൂഷണം ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ടിട്ടുണ്ടാകും. അവർക്ക് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പുതിയ ഇരകളെ
ലഹരികളിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ മാഫിയ കേരളത്തിലെ കുഞ്ഞുങ്ങളെ, കേരളത്തിലെ യുവതലമുറകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചില രാഷ്ട്രീയക്കാർ ഇതിനെ വെറും ഒരു ചീപ്പ് ബിസിനസ്സായി എടുത്തുകൊണ്ട് അവരെ പിന്തുണയ്ക്കുവാനും കൊടി പിടിക്കുവാനും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുവാനും യുവജനങ്ങളെ കൂടെ നിർത്തുവാനും അവരിലേക്ക് എത്തിക്കുന്നതിലൂടെ ഒരു മൂല്യബോധ്യമില്ലാതാകുന്നു. നമ്മുടെ യുവതലമുറ ഇങ്ങനെയുള്ള കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന ദുരന്തങ്ങളുടെ വ്യാപ്തി അളക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് മാറിയിരിക്കുന്നത്. സ്കൂൾ, കോളേജ് തലങ്ങളിൽ കണ്ടിന്യൂ മോട്ടിവേഷൻ, കൗൺസിലിംഗ്, അവയർനെസ് സെമിനാറുകൾ, ട്രെയിനിങ്ങുകൾ, ക്ലാസുകളൊക്കെ ഒരു സബ്ജക്റ്റ് പോലെ എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് എല്ലാ കുഞ്ഞുങ്ങളിലേക്കും ഈ ഡ്രഗ് അഡിക്റ്റിന്റെ അല്ലെങ്കിൽ ലഹരിയുടെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കാര്യകാരണങ്ങൾ സഹിതം വിവരിച്ച് ലഹരിക്ക് അടിമയായാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി തന്നെ അവതരിപ്പിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതേപോലെ തന്നെ പഠനം, കരിയർ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ നല്ല സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുകയും അവരുടെ മനസ്സിനെ പഠനങ്ങളിലേക്ക് ശ്രദ്ധ തിരിപ്പിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു തരത്തിൽ കുറച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു പ്രാവശ്യം ഈ ലഹരിയുടെ ഡ്രഗിന്റെ ലോകത്തിലേക്ക് പോയാൽ ഒരു തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണെന്നും ചെറുപ്പം മുതൽ തന്നെ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ പ്രാധാന്യവും അന്തസ്സും പച്ചയായ ജീവിതവും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കും അധ്യാപകർക്കും ഉണ്ട്. അത് അവർക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കാനുള്ള കഴിവുകളും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഞാൻ എൻ്റെ മുൻ വീഡിയോകളിലൊക്കെ, മൊബൈൽ അഡിക്ഷന്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുമായി നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കുക, നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക. എന്ത് കാര്യങ്ങൾ ഉണ്ടായാലും നമ്മളോട് ഡിസ്കഷൻ ചെയ്യാനുള്ള, തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നല്ലൊരു സൗഹൃദമായിരിക്കണം കുഞ്ഞുങ്ങളും മാതാപിതാക്കളും അധ്യാപകരും തമ്മിൽ. അവരുടെ ബാഗുകളോ അല്ലെങ്കിൽ പോക്കറ്റുകളോ ഡ്രസ്സുകളോ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും നമ്മളറിയാതെ നമ്മുടെ ബാഗിൽ എന്തെങ്കിലും കൊണ്ടിട്ടാൽ നമ്മളറിയാതെ ഇങ്ങനെയുള്ള ഗാങ്ങുകളിൽ പെട്ടുപോകുമെന്നുള്ള ധാരണയിൽ അവരെ കൂടെ ഒക്കെ ചേർത്ത് നമ്മൾ ചെക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ മാത്രമേ ഒരു സംശയം കൂടാതെ നമ്മളോട് കൂടെ സഹകരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുകയുള്ളൂ. അവരെ ഡെയിലി അവരറിയാതെ നമ്മൾ നിരീക്ഷിക്കുന്ന ഒരു പാഠവും ഉണ്ടാക്കിയെടുക്കുക. അവരുപയോഗിക്കുന്ന മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിക്കോട്ടെ ടാബ് ആയിക്കോട്ടെ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അവരറിയണം. അപ്പോൾ അവർക്ക് അവിടെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ, അവരുടെ ചലനങ്ങളിലോ പോക്കുകളിലോ വരവുകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോയ കുഞ്ഞാണോ തിരിച്ചു വരുന്നത് എന്നുള്ള ഒരു നിരീക്ഷണ പാഠവും നമ്മുടെ അധ്യാപകരും കുഞ്ഞുങ്ങളും ഉണ്ടാക്കിയെടുക്കേണ്ടത് ആവശ്യമാണ്. ഇതിലൂടെ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് പോകാനുള്ള അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് വഴുതി വീഴാനുള്ള ടെൻഡൻസി നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. ഗാന്ധിജി പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ കുടുംബവും ഒരു വിദ്യാലയമാണ്. നമ്മൾ മാതാപിതാക്കൾ അവിടുത്തെ അധ്യാപകരാണ്. കുടുംബങ്ങളിൽ ഒരു പായയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ഒരു ഡൈനിങ് ടേബിളിന്റെ ചുറ്റുവട്ടത്തും ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മാതാപിതാക്കന്മാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ മാത്രമാണ് ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിലോ നമ്മളോട് ചേർന്നിരുന്ന് നമ്മളുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുമ്പം നമുക്ക് ഇവരുടെ ഭാവങ്ങളിലും രൂപങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങൾ തിരിച്ചറിയുവാനും ഇവർ ഓപ്പണായി നമ്മളോട് സംസാരിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുക. അതുപോലെ തന്നെ ഏത് ധർമ്മമായാലും മതമായാലും ഒരു ഡിവോഷണൽ അറ്റാച്ച്മെന്റ്, ഡിവോഷണൽ ടച്ച് ആ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ഒരു ദൈവഭയം ഒക്കെ ചേർന്ന് പരസ്പരം നമ്മുടെ കുഞ്ഞുങ്ങളുമായി ഒരു ബോണ്ടിങ്, നല്ലൊരു ബോണ്ടിങ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ സുഹൃത്ത് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് നമ്മളായി മാറാൻ സാധിക്കണം. അവർക്ക് മാനസികമായ പിന്തുണകൾ നൽകാൻ നമ്മളാണ് ഏറ്റവും ഫസ്റ്റ് പേഴ്സൺ. അവരെ ഒറ്റപ്പെടുത്താതിരിക്കുക, നല്ല പിന്തുണകൾ നൽകി അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കഴിവുകൾ കണ്ടെത്തുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. എവിടെയെങ്കിലും വഴിവിട്ട് പോകുന്നതായി തോന്നുന്നെങ്കിൽ, നമുക്ക് കൗൺസിലിംഗ് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ഒരു നല്ല കൗൺസിലറിനെ സമീപിക്കുക. അതേപോലെ തന്നെ നമ്മൾ നിസ്സഹായരായി തോന്നുന്നെങ്കിൽ മടിക്കാതെ നിയമത്തിന്റെ സഹായം വരെ തേടാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പലപ്പോഴും ഒരു ചതിക്കുഴിയിലൂടെ ആണ് ഇങ്ങനെയുള്ള മാഫിയകളുടെ അടുത്ത് എത്തപ്പെടുന്നത്. അത് ഓൾറെഡി അഡിക്റ്റായ ഒരു കുഞ്ഞ് മറ്റു കുഞ്ഞിലെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രീതിയിൽ കൂടെയാണ് മാഫിയ ഇതിനെ എത്തുന്നത്. അപ്പോൾ നല്ലത് എന്താണെന്നും ചീത്ത എന്താണെന്നും മനസ്സിലാക്കാനും ആ കുഞ്ഞുങ്ങളെ നമ്മൾ ശീലിപ്പിക്കണം. ഡ്രഗ് അഡിക്റ്റായ കുഞ്ഞുങ്ങൾ മിക്കവാറും ഒന്നുകിൽ സൈലന്റ് അല്ലെങ്കിൽ പ്രകോപിതരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ ഭാവവ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഭാവമാറ്റങ്ങൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കണം.
ഇങ്ങനെയുള്ള മാഫിയകൾ, ഇങ്ങനെ ചതിക്കുഴിയിലൂടെ അടിമപ്പെടുന്ന യുവതലമുറയെ രക്ഷിക്കാൻ നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഉദ്യോഗസ്ഥർ, മതവിഭാഗങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കുട്ടികളുടെ ട്രെൻഡും അഭിരുചിയും മാതാപിതാക്കളും അധ്യാപകരും മനസ്സിലാക്കി അവരോട് ചേർന്ന് ഇടപഴകുമ്പോൾ മാത്രമേ അവർ നമ്മളുമായി ചേർന്ന് നിൽക്കുവാനും നമുക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അവരുടെ ആഗ്രഹങ്ങൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും അനുസരിച്ച് അവരെ ഉന്നത തലങ്ങളിലേക്ക് എത്തിക്കുവാനും കുടുംബത്തിനും സമൂഹത്തിനും ഉതകുന്ന രീതിയിൽ വളർത്തിയെടുക്കുവാനും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും മാത്രമേ സാധിക്കുകയുള്ളൂ. വളരെ സെലക്റ്റീവായിട്ടാണ് ഈ മാഫിയ കുഞ്ഞുങ്ങളെ അഡിക്റ്റ് ആക്കുന്നത്. ഒരു കുടുംബമായി ഔട്ട്സൈഡൊക്കെ പോകാത്ത കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് ശാന്തമായ കുട്ടികളൊക്കെ വെറൈറ്റി ഫുഡ്, അല്ലെങ്കിൽ ഈ കുഴിമന്തി, ഐസ്ക്രീം, അങ്ങനെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് റീൽസ്, ഫോളോവേഴ്സ് ഒക്കെ അട്രാക്ട് ചെയ്ത് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോളോവേഴ്സിനെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് സ്വന്തം കൂട്ടുകാർ തന്നെ ആയിരിക്കും കൂടുതലും അട്രാക്ട് ചെയ്തുകൊണ്ട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും തിരിച്ചും ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ ഈ ഒരു സംഘത്തിലേക്ക് വശീകരിച്ച് മാഫിയകളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ആദ്യമൊക്കെ അവർ ഫ്രീ സർവീസായി ഒക്കെ ഇവർക്ക് ഡ്രഗൊക്കെ കൊടുക്കും. അതിനുശേഷം അത് ചൂഷണമായി മാറുകയും മറ്റുള്ള കുട്ടികളെ ആ ഗ്യാങ്ങിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയുവാനും എസ് എന്ന് പറയേണ്ടടുത്ത് എസ് എന്ന് പറയുവാനും ബോൾഡായി തന്നെ വളർത്തുവാൻ ശ്രദ്ധിക്കുക. അവരെ അങ്ങനെ പറയുവാൻ ശീലിപ്പിക്കുക. വെറുതെ കിട്ടുന്ന, അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയാതെ കിട്ടുന്ന മിഠായിയോ കുഴിമന്തിയോ ഐസ്ക്രീമോ ഷെയ്ക്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫോളോവേഴ്സ് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് ധൈര്യമായി പറയുവാനുള്ള പ്രായോഗിക ബുദ്ധിയും ധൈര്യവും ഈ കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കൾ പകർന്നു നൽകേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ കൂട്ടുകാർ ആരൊക്കെയാണെന്ന് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും അറിയേണ്ടത് അത്യാവശ്യമാണ്. അവർക്ക് നല്ല കൂട്ടുകാരാരാണ്, എന്നെ ചതിയിൽപ്പെടുത്തുന്നത് ആരാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, എന്റെ ഉത്തമ സുഹൃത്ത് ആരാണ്, ആപത്തിലും സന്തോഷത്തിലൊക്കെ കൂടെ നിൽക്കുന്നത് ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രായോഗിക ബുദ്ധി നമ്മൾ വളർന്നു വരുന്ന ആ ശീലത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അവർക്ക് നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാനുള്ള കഴിവുകൾ ഉണ്ടാകുകയും അതേപോലെ തന്നെ അവരുടെ സ്കൂൾ ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, ട്യൂഷൻ ആയിക്കോട്ടെ, അവരുടെ ഡാൻസ് അങ്ങനെയൊക്കെയുള്ള പ്രാക്ടീസുകളായിക്കോട്ടെ, അവരുടെ കുട്ടികൾ, അവരുടെ കളിക്കൂട്ട് ആരും ആയിക്കോട്ടെ, അവരുടെ കുട്ടികൾ നമ്മുടെ മാതാപിതാക്കന്മാരുടെയും ഫ്രണ്ട്സായി മാറണം. കൂട്ടുകാരെ വെളി നിർത്തി സംസാരിക്കാൻ അനുവദിക്കാതെ അവരെ വീട്ടിനുള്ളിൽ കയറ്റുക, അവർക്ക് ചായ കൊടുക്കുക, സൽക്കാരങ്ങൾ നടക്കുക, നമ്മുടെ മക്കളെ പോലെ തന്നെ അവരെയും ട്രീറ്റ് ചെയ്യുക, അവരുടെ പേരൻസുമായി നമുക്കൊരു ചങ്ങാത്തം ഉണ്ടാക്കുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും എല്ലാവരും അറിയണമെന്നൊരു നിർബന്ധ ബുദ്ധിയിലേക്ക് എത്തിക്കുകയും മറ്റുള്ള കുഞ്ഞുങ്ങൾ നമ്മളോട് ഓപ്പണായി സംസാരിക്കാനും അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടും അവരോടും അവരുടെ പേരൻസിനോടും സംസാരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൗഹൃദങ്ങളെ മാറ്റിയെടുക്കുക. വീട്ടിലുള്ളപ്പോൾ മാക്സിമം നമ്മൾ മാതാപിതാക്കൾ ഓപ്പൺ മൈൻഡഡ് ആയി നമ്മുടെ കുഞ്ഞുങ്ങളോട് തുറന്ന് മസിലൊക്കെ വിട്ടുകളഞ്ഞിട്ട് കുഞ്ഞുങ്ങളോട് ചേർന്ന് നിന്ന് സംസാരിക്കാനും ചേർത്ത് പിടിക്കുവാനും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയാൽ മാത്രമേ ഇന്നത്തെ മക്കളെ കൂടെ നിർത്താൻ സാധിക്കുകയുള്ളൂ. മാക്സിമം ടൈം നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ചെലവഴിക്കുക. അവരുടെ സ്കൂളിലെയും കോളേജിലെയും ഫ്രണ്ട്സിനെയും, അല്ലെങ്കിൽ അവരുടെ ഇന്നത്തെ സംഭവങ്ങളും കോളേജിലെ സംഭവങ്ങളും പഠനകാര്യങ്ങളും ഒക്കെ നമ്മളോട് പറയുമ്പോൾ ശ്രദ്ധയോട് കേൾക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. അവരുടെ ആദ്യത്തെ ബെസ്റ്റ് ഫ്രണ്ടായി നമ്മൾ മാറാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ നമ്മളോട് ഓപ്പണായി സംസാരിക്കുകയുള്ളൂ. പല മാതാപിതാക്കളും വിദേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ കോളിലൂടെയും നോർമൽ കോളിലൂടെ അവരുമായി നല്ല കണക്റ്റിലിരിക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എത്രത്തോളം ബോണ്ടിങ് ഉണ്ടോ അത്രത്തോളം അവർ ഓപ്പണായി നമ്മളോട് തുറന്നു പറയുന്ന, എന്റെ പപ്പയാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്, അല്ലെങ്കിൽ എന്റെ മമ്മിയാണ് എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട്, ഗ്രാൻഡ് മദറാണ് എന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ എത്തിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മളിലേക്ക് അത് എത്താൻ സാധിക്കും. ഇതിന് പരിഹാരം ഞാൻ കുറെ അധികം പറഞ്ഞു എങ്കിൽ കുറച്ചും കൂടെ പ്രായോഗികമായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് സ്കൂളുകളിലും കോളേജുകളിലും പോലീസിന്റെയും അധ്യാപകരുടെയും PTA പേരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഒക്കെ ചേർന്ന നേതൃത്വത്തിൽ കുട്ടികളുടെ ഇടയിൽ നിന്ന് തന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സ്ക്വാഡായി പ്രവർത്തിക്കുവാനുള്ള ഒരു സന്നദ്ധ കുട്ടികളെ റെഡിയാക്കുക. ഇതിലൂടെ ലഹരി മാഫിയയുടെ ഓരോ മൊമെന്റുകളും ഈ സ്ക്വാഡ് അത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കുട്ടികളെ തിരിച്ചറിയുകയും ആ വിഷയങ്ങൾ ഉടൻ തന്നെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ പോലീസിൽ ഉടൻ തന്നെ അറിയിക്കുകയും അതിലൂടെ അവർ ആക്ഷൻ എടുക്കുകയും പെട്ടെന്ന് തന്നെ കുട്ടികളിൽ നിന്ന് കുട്ടികളിലേക്ക് മാറ്റപ്പെടുന്ന മയക്കുമരുന്നിന്റെ ഉപയോഗം മനസ്സിലാക്കാനും ആ ചതിക്കുഴിയിലേക്ക് പെട്ടുപോകുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനും തിരുത്തുവാനും ഈ അധികാരികൾക്കും മാതാപിതാക്കൾക്കൊക്കെ സാധിക്കും. അതിന് ഒരു ചെറിയ സ്ക്വാഡ് പോലെ ക്ലാസ്സുകളിൽ ഇതിന് അടിമയാകുന്ന കുട്ടികൾ അറിയാതെ ഒരു സീക്രട്ട്
രീതിയിൽ ഒരു രഹസ്യ സ്ക്വാഡ് പോലെ ഉണ്ടാക്കി പ്രവർത്തിച്ചാൽ നല്ല ഫലം ഉണ്ടാക്കാൻ സാധിക്കും. ഈ സ്വച്ഛ് ഭാരതത്തിന്റെ ആ ഒരു കൺസെപ്റ്റൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ അവനൊരു തെറ്റായ ധാരണയിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ സൈലന്റായി എൻ്റെ ടീച്ചറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ പപ്പാൻ്റെ അടുത്തോ എൻ്റെ മമ്മീൻ്റെ അടുത്തോ പറയണം എന്ന ഒരു ബോധം അവനിലേക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെ എവിടെയെങ്കിലും ഒരു ചർച്ച നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് നടക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് പറയുകയോ ടീച്ചറിനോട് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അധികാരികളിലേക്ക് എത്തിക്കുവാനും അവരുടെ ഒരു കവർ ചെയ്ത് ആ ഒരു സംഭവത്തിനെ നമുക്ക് നിരീക്ഷിച്ച് പിടിക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സ്കൂളിന്റെ പരിസരത്ത് അല്ലെങ്കിൽ കോളേജിന്റെ പരിസരത്ത് അപരിചിതരായ ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ പുതിയ ആൾക്കാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ കടകളിൽ ഒരുപാട് കൂട്ടങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ വ്യത്യസ്തമായി കാണുമ്പോഴോ ഒക്കെ ഈ സ്ക്വാഡ് അല്ലെങ്കിൽ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ ഒക്കെ വന്ന് പറയാനുള്ള ഒരു മാനസികാവസ്ഥ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക. ഒക്കെ വേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതലാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബോണ്ടിങ് ആണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം കൊടുക്കേണ്ടതും കരുതൽ കൊടുക്കേണ്ടതും നമ്മളാണ്. അത് പ്രകടമാക്കേണ്ടുന്ന സമയത്ത് പ്രകടമാക്കുക, ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുക. പ്രകടമാക്കാതെ വെക്കുന്ന ഒരു സ്നേഹവും ഒരു അർത്ഥമില്ലാത്തതാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളുടെ അടുത്തായിക്കോട്ടെ, കുടുംബത്തിലായിക്കോട്ടെ സ്നേഹം പ്രകടിപ്പിക്കുക. അത് ഭാര്യയായാലും ഭർത്താവായാലും മക്കളോട് സ്നേഹം പ്രകടിപ്പിക്കുക. ആ പ്രകടനമാണ് നമ്മളോട് ഒരു ഓപ്പൺ കൺവെർസേഷനിലേക്ക് മാറുന്നത്. നമ്മുടെ കുട്ടികളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അനുസരണക്കേട് കൊണ്ടോ എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു തെറ്റ് പറ്റിയെങ്കിൽ പോലും അവർ ചെയ്ത തെറ്റ് എന്താണെന്നും ആ തെറ്റ് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്താണെന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ മാതാപിതാക്കളും രക്ഷിതാക്കളും ശ്രമിക്കണം. നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവരെ അപമാനിക്കുന്ന രീതിയിലോ ആയാൽ അത് ആ കുട്ടികളുടെ അഭിമാനത്തെ മുറിപ്പെടുത്തുവാനും അവരെ അത് കൂടുതൽ മോശപ്പെട്ടമായ തലത്തിലേക്ക് എത്തിക്കാനേ സാധിക്കുകയുള്ളൂ. നമ്മൾ കൊടുക്കുന്ന ശിക്ഷ, വഴക്കുകൾ മറ്റുള്ളവരുടെ മുന്നിൽ അവരെ അഭിമാനത്തെ മുറിപ്പെടുത്തുമ്പോൾ അതവരെ മാനസികമായി തളർത്തുന്ന രീതിയിലാകരുത്. അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിക്കുക. അപ്പോഴാണ് ഒരു നല്ല ഓപ്പൺ കൺവെർസേഷൻ ഉണ്ടായി നമ്മളോട് അവർ കാര്യങ്ങളൊക്കെ അറിയിക്കുകയും. ഞാൻ കേട്ട ഒരു കഥയിലൂടെ അതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കേട്ട ഒരു പഴയ കഥയാണ്. വാച്ചൊക്കെ വലിയ ഫാഷനായി വന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ ഒരു കഥയാണ്. ഒരിക്കൽ ഒരു ക്ലാസ്സിലെ വാച്ച് കെട്ടിയ കുട്ടിയെ കണ്ടപ്പോൾ ഒരുത്തനൊരു മോഹം, ഒരു ദിവസം ഒരു തവണ മാത്രം ആ വാച്ചൊന്ന് കെട്ടണമെന്ന്. വാച്ചിന്റെ ഉടമസ്ഥൻ സമ്മതിച്ചില്ല. ആഗ്രഹം നിയന്ത്രിക്കാനാവാതെ ആ കുഞ്ഞ് അത് മോഷ്ടിച്ച് കീശയിലിട്ടു. ആരും കാണാതെ ഒരിക്കൽ മാത്രം അത് കയ്യിലൊന്ന് കെട്ടാൻ വേണ്ടി മാത്രം. പക്ഷെ വാച്ച് നഷ്ടപ്പെട്ട കുട്ടി ഇതറിയാതെ കരച്ചിലോട് കരച്ചിൽ. അധ്യാപകൻ എല്ലാവരെയും നിരനിരയായി നിർത്തി. മോഷ്ടിച്ചവൻ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ധൈര്യമെല്ലാം ചോർത്ത് അങ്ങനെ നിൽക്കുകയാണ്. അധ്യാപകൻ എല്ലാവരോടും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് എല്ലാവരുടെയും കീശയിൽ തപ്പാൻ തുടങ്ങി. മോഷ്ടാവിന്റെ കീശയിൽ നിന്ന് അധ്യാപകന് വാച്ച് കിട്ടി. പക്ഷേ അധ്യാപകൻ തെരച്ചിൽ നിർത്തിയില്ല. ഒടുവിൽ എല്ലാവരുടെയും കീശയിൽ തെരഞ്ഞതിന് ശേഷം അധ്യാപകൻ വാച്ച് ഉടമയ്ക്ക് തിരിച്ചു നൽകി. അവൻ സന്തോഷവാനായി. മോഷ്ടിച്ചവൻ അന്ന് ശരിക്കും ദൈവത്തെ കണ്ടു. അധ്യാപകന്റെ രൂപത്തിൽ ഒന്നും ചോദിച്ചില്ല, ശാസിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല. പക്ഷെ ഇനി ഒരിക്കൽ പോലും മോഷ്ടിക്കില്ല എന്ന് മനസ്സുകൊണ്ട് അവൻ പ്രതിജ്ഞയെടുത്തു. ഇതുപോലെ ഒരു അധ്യാപകനാകാൻ അവൻ കൊതിച്ചു. വർഷങ്ങൾക്ക് ശേഷം അവൻ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനായി. കാലമേറെ കഴിഞ്ഞപ്പോ തന്നെ അധ്യാപകനാക്കിയ ആ ഗുരുവിനെ കാണണമെന്നും ആ ഗുരുവിനെ കണ്ട് നമസ്കാരം പറയണമെന്നും അവൻ ആഗ്രഹിച്ച് ആ ഗുരുവിനെ തിരക്കിയിറങ്ങി. പക്ഷെ തന്റെ ശിഷ്യനെ അയാൾക്ക് ഓർമ്മ വന്നില്ല. അന്നേരം അവൻ ഈ പഴയ മോഷണക്കാര്യം അദ്ദേഹത്തെ ഓർപ്പിച്ചു. സർ, ഞാനായിരുന്നു അന്ന് ആ വാച്ച് മോഷ്ടിച്ചത്. അങ്ങേ അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്റെ അഭിമാനത്തിന് അങ്ങ് മുറിവേൽപ്പിച്ചില്ല. ഒരു പുഞ്ചിരിയോടെ അധ്യാപകൻ പറഞ്ഞു, മകനെ, അന്നേരം ഞാനും കണ്ണടച്ചാണ് കീശയിൽ വാച്ച് തപ്പിയത്. എനിക്കറിയില്ലായിരുന്നു അത് ആരാണ് എടുത്തതെന്ന്. എനിക്കത് അറിയുകയും വേണ്ടായിരുന്നു. എന്തൊരു മനുഷ്യൻ! മാലാഖമാർ പോലും തോൽക്കുന്ന മനസ്സിനുടമ. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് ഏറെ നേരം നോക്കിയിരുന്നു. സന്തോഷത്തോടെ കണ്ണീർ തുടച്ച് യാത്ര പറഞ്ഞു. കുട്ടികളെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുറ്റവാളികളെന്ന പോലെ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും വലിയൊരു ദ്രോഹമാണ് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്നത്. നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. നമ്മുടെ കുട്ടികളെ വലിയ കുറ്റവാളികളെ പോലെ ചോദ്യം ചെയ്യുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം മറന്ന് അവരെ ഒന്ന് ആശ്ലേഷിക്കുവാൻ, അവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ
മികച്ച തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾ അറിവില്ലായ്മ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, അനുസരണക്കേട് കൊണ്ടാണെങ്കിലും അവരെ ചേർത്ത് പിടിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂടെ മാത്രമേ ഈ മാഫിയ സംഘങ്ങളെ, ലഹരി സംഘങ്ങളെയൊക്കെ നമുക്ക് കേരളത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളുമായി നല്ലൊരു ബോണ്ടിങ് ഉണ്ടാകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. നമ്മളെല്ലാവരും ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വതമായി പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാവൂ. എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുക. ജയ് ഹിന്ദ്.